ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൈൻ അപ്പ് ലൈൽ ആതിരേനെയാണ്. കൊടലല്ലേ വയറ്റിയിരിക്കുന്ന. ചോക്ലേറ്റ് ഷേക്ക് അല്ല, മിൽക്ക് ഷേക്ക് അല്ല, വാനില ഷേക്ക് അല്ല, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഫിൽമി ഷേക്കാണ്. അയ്യന്റെ മോനെ, നമ്മുടെ സിനിമകളെയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ചിക്കൻ റോസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങാം. ഫേമസ് ആകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തത്. ഇത് ഞങ്ങളിപ്പോൾ ഇന്റർവ്യൂടെ കാണിച്ചെന്നൊക്കെ. ഇപ്പോൾ പുതിയൊരു ബഡ്ഡിങ് ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ അവരെ അധികം ട്രോൾ ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്. കാരണം അവർ അത്രയും ചലഞ്ചസ് ഒക്കെ നേരിട്ട് വരുന്നല്ലേ. പിന്നെ മോഹൻലാൽ, മമ്മൂട്ടി അവരൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ പോകുന്നില്ല. കുഴപ്പമില്ല. ട്രോൾസ് ഒരു തരത്തിലും എനിക്ക് റോസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയുള്ളത്. അശ്വന്ത് ഗോക്ക് ഒരു മൂവി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും വെട്ടിക്കൊല്ലാൻ വേണ്ടി നിൽക്കുക റിവ്യൂ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ആ ലെവലൊക്കെ അതിൻ്റെ ഉണ്ടാവും. അതെ അതെ, കണ്ടന്റ് സിനിമയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നേരെ വനിത തിയേറ്ററിലേക്കാണ് പോവുക. വനിത തിയേറ്ററിൽ പോയിട്ട് അവിടെ ഒരുപാട് ലൈക്ക് അപരാധങ്ങൾ നടക്കുന്നുണ്ട്. ഫിൽമി ഷേക്കിന് 2024 ക്രിഞ്ചായിട്ട് തോന്നിയൊരു 5 സിനിമകൾ ഏതൊക്കെ ആയിരിക്കും? ക്രിഞ്ചല്ല, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളത് പറഞ്ഞാൽ സംഭവം. അത് ഞാൻ തിയേറ്ററിൽ നിന്ന് സ്ക്രീനിക്ക് നോക്കാൻ പോലും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു പടം മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു മോഹൻഡ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഞാനത് മര്യാദക്ക് കണ്ടിട്ടില്ല. തലവേദനിക്കുക പടം കണ്ട. എഞ്ചിനീയറിംഗിൽ നിന്ന് പേപ്പ് കിട്ടിയപ്പോഴാണ്. അതെ, പിന്നെ ഇത് നമ്മുടെ ഒരു പാഷനാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ക്ലിക്കായി തോന്നിയപ്പോൾ ഒന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ എത്രയാലും പോകുന്നറിയില്ല, പോണിടത്തോളം പോട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫിലിം ഫീൽഡിൽ നിന്ന് അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല. അവിടെ ഇരുന്ന് കഴിക്കും. ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു സൈന സോത്ത് പ്ലസ്. ചോക്ലേറ്റ് ഷേക്ക് അല്ല, മിൽക്ക് ഷേക്ക് അല്ല, വാനില ഷേക്ക് അല്ല, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഫിൽമി ഷേക്കാണ്. ഹായ്. ഹായ്, എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? നല്ല സുഖം. നല്ല ആൾക്കാരെയൊക്കെ റോസ്റ്റ് ചെയ്ത് നല്ല സുഖത്തിലിരിക്കുകയാണല്ലേ? സുഖത്തിലിരിക്കുകയാണ്. ഇപ്പോൾ ജോലിയൊക്കെ കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് നല്ല സുഖലോലുപരായിട്ട് ജീവിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്ന ഒരു ഹോട്ടലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ഏതായിരിക്കും താങ്കൾ പറയുന്നത്? എന്തായാലും റോസ്റ്റിംഗ് അല്ല പരിപാടി, അപ്പൊ ചിക്കൻ റോസ്റ്റ്. ഞാൻ അത് തന്നെയാണ് മുൻപേ കണ്ട് പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റ് എത്തിയിട്ടുണ്ട്. നന്നായി വിശന്നിരിക്കുകയായിരുന്നു. ഇഷ്ടമാണല്ലേ റോസ്റ്റിംഗ്? പിന്നെ റോസ്റ്റിംഗ് ആണ് ജീവിതം തന്നെ. അതെ, ഇപ്പൊ ജീവിതം റോസ്റ്റിംഗ് ആണ്. നമ്മുടെ സിനിമകളെയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ചിക്കൻ റോസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങാം. എന്തായാലും നന്നായി, അത്യാവശ്യം വിശന്നിരിക്കുകയാണ്. അപ്പം ശരിക്കും ആരാണ് ഈ ഫിൽമി ഷേക്ക്? ഫിൽമി ഷേക്ക് എന്ന് പറയുമ്പോൾ അഭിഷേക് ഇല്ലേ, അഭിഷേകിന്റെ അഭിമാറ്റിയിട്ട് ഫിലിം ആക്കിയതാണ് ഫിൽമി ഷേക്ക്. ഓ, അങ്ങനെയാണ് ശരിക്കും ഒരു പേര് വന്നത്. പിന്നെ ഫിലിം റോസ്റ്റിംഗ് അടിച്ച് ഷേക്കാക്കുന്ന പോലെ നമ്മുടെ ലോഗോ എന്ന് പറയുന്നത് ഒരു ഷേക്കിൽ ഒരു സ്ലോട്ട സംഭവമാണ്. അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്. ഞാനും അതാണ് ഓർത്തത്. കാരണം ഷേക്കിന്റെ ഒരു ഫോട്ടോ, ഷേക്കും ഫിലിമും നല്ല കോമ്പിനേഷൻ ആണ്. ഷേക്ക് പോലെ ഫിലിമിന് ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ച ഒരാളാണെന്നൊക്കെ. നമ്മളില്ലേ ഇപ്പം ഈ ഫിൽമി ഷേക്ക് എന്ന് പറഞ്ഞിട്ട് പേരിലൊരു ചാനൽ വരുന്നു. ആ ചാനലിലുള്ള കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ സിനിമകളെ എടുക്കുന്നു, അതിനെ റോസ്റ്റ് ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ സിനിമകളെ എടുക്കാം, റോസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു? അത് ആക്ച്വലി ഞാൻ എൻ്റെ കോളേജ് അല്ലെ +1 +2 ടൈമിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ് സിനിമ. പണ്ട് ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഭിനവ് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ ഈ ശിക്കാരി ശംഭു എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ്റെ മൂവി ഇറങ്ങിയ ടൈമിൽ ഇപ്പോൾ കോക്കൊക്കെ ചെയ്യുന്ന പോലെ 2 ആൾക്കാർ എന്നിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു റിവ്യൂ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ഇങ്ങനെ ചെയ്ത് അപ്പോൾ നല്ല തെറിവിലൊക്കെ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കുഞ്ചാക്കോ ബോബൻ ഫാൻസൊക്കെ വന്നിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം കനൻ ഗിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ചാനലുണ്ട്, അതിൽ അവർ ദിൽവാലെ ദുൽഹനിയ ലെ ജായിങ്ങിൻ്റെ ഒക്കെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം ഉണ്ടാകും, നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ കേട്ട് അതിങ്ങനെ വിട്ടുപോയി. പിന്നെ കൊറോണ ടൈമായല്ലോ, അപ്പോൾ നമ്മൾ നമ്മുടെ
ബിടെക് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കൊറോണ ടൈമിലാണ്. ഒരു പണിയും ചെയ്യാനും പറ്റുന്നില്ല, വീട്ടിൽ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് ജിയോ നെറ്റും തുടങ്ങി. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഞാൻ ഈ റോസ്റ്റിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ റോസ്റ്റിംഗ് ഇങ്ങനെ ചെയ്ത് വന്നു. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് ഭയങ്കര ബാഡ് കമൻസ് ആയിരുന്നു റോസ്റ്റിങ്ങിന്. പിന്നെ ഞാൻ ബോറടിച്ചിട്ട് UAE ജോബിൻ്റെ ടൈമിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. അവിടുന്നാണ് കുറച്ചൊന്ന് അതിലങ്ങ് കൂടി. അതല്ലേ ഈ റോസ്റ്റിംഗ് ഒക്കെ വീഡിയോസ് അല്ല റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഫേസ് റിവീൽ ചെയ്യാതെ നമുക്ക് നോക്കിയാൽ അറിയാം ഫിൽമി ഷെയ്ഖ് ആരാണെന്നെങ്കിൽ ഫേസ് റിവീൽ ഇല്ലാത്ത വീഡിയോസ് ആണ്. അപ്പം അതെങ്ങനെ ഫേസ് കാണിക്കേണ്ടെന്നൊരു തോട്ട്? ഫേസ് കാണിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ആയിരുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ നല്ല ക്യാമറ അല്ലെങ്കിൽ സ്റ്റാൻഡോ ലൈറ്റോ ഒന്നും ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഓക്കെ നമുക്ക് വോയിസ് ഓവറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തു തുടങ്ങിയത്. പിന്നെ എനിക്ക് തന്നെ വോയിസ് ഓവറിൽ ചെയ്തതും എൻ്റെ ഫേസ് കാണിച്ചതും ചെയ്തതും രണ്ടും കമ്പയർ നോക്കിയപ്പോൾ ഫേസ് കാണിച്ച് കാണുമ്പോൾ എനിക്ക് തന്നെ ക്രിഞ്ച് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫേസ് കാണിക്കാതെ വോയിസ് ഓവറിൽ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഈ പരിപാടിക്ക് എത്തിയത്. പിന്നെ ഞാൻ ബേസിക്കലി കുറച്ച് ഇൻട്രോവേർട്ടഡ് ആണ്. നമ്മുടെ ഒരു സീരിയസ്ലി നമ്മുടെ ഒരു സർക്കിളിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഫേസ് കാണിച്ചിട്ട് പിന്നെ ആൾക്കാരെ തിരിച്ചറിയോ ഫേമസ് ആയി പോവോ ഒക്കെ ഒരു ഫേമസ് ആകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തത്. ഇത് ഞങ്ങളിപ്പോൾ ഇന്റർവ്യൂടെ കാണിച്ചെന്നൊക്കെ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ ഈ ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ എയറിലാക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് ഒരു കമന്റ് പറയുക. അപ്പം കോളേജ് ടൈമിലോ അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് കൂടിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? റോസ്റ്റിങ്ങിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് 4-5 ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടുമ്പോൾ ഭയങ്കര കോമഡി റോസ്റ്റിംഗ് ഒക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ പച്ചയായിട്ട് ഒരാളങ്ങനെ തേജോവധം ചെയ്യാനൊന്നും പറ്റില്ല. അല്ലാണ്ട് ഒരു ഇൻട്രോവേർട്ടിന്റെ പ്രശ്നം അത്രേ ഉള്ളൂ. ചിക്കൻ റോസ്റ്റ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ചിക്കൻ റോസ്റ്റ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇപ്പം ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പണിപാളി കരിഞ്ഞൊക്കെ പോകാറില്ലേ ചിക്കൻ റോസ്റ്റ്? അതുപോലെ ഏതെങ്കിലുമൊക്കെ ചെയ്ത വീഡിയോസ് ഇങ്ങനെ പണിപാളി കരിഞ്ഞു പോയിട്ടുണ്ടോ? വീഡിയോസ് പണിപാളി കരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാല് എല്ലാ വീഡിയോയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് പാളി ഇത് വർക്കൗട്ട് ആവില്ല, അതിലത്തെ കോമഡീസ് ഒന്നും വർക്കൗട്ട് ആവില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കമൻസിലൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ കയറി ക്ലിക്കാവും. ചില സീക്വൻസൊക്കെ ചിലതൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആവും ക്ലിക്കാവുന്നത്. അപ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതുവരെ ആൾക്കാരങ്ങനെ ഭയങ്കര നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു 50% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിങ്ങനെ Q&A ഒക്കെ ഇടും, മാറ്റണമെന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അവരുടെ. അപ്പോൾ അവർ മാറ്റേണ്ട ഇതേ സ്റ്റൈല് പിന്തുടർന്നാൽ മതി എന്നൊക്കെ പറയാറ്. ഇപ്പോൾ വീഡിയോസിലാണെങ്കിൽ ഒരു സായിപ്പ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ ഫിൽമി ഷെയ്ഖിന്റെ വീഡിയോ കാണുമ്പോഴാണല്ലോ അറിയാം ഒരു സായിപ്പിനെ നമ്മൾ കാണുന്നത്. അത് ഡാർക്ക് വൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോഗറാണ്, അമേരിക്കൻ, കുറച്ച് വിദേശിയാണ്. അപ്പോൾ എൻ്റെ സൗണ്ടിനോട് അയാളുടെ ഫേസും അയാളുടെ ആക്ഷൻസും നന്നായി മാച്ച് ആവുണ്ടെന്ന് തോന്നിയപ്പോൾ അത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളെ അങ്ങ് ഫേമസ് ആക്കി. നമ്മുടെ ഇടയ്ക്കൂടി അയാളെ അങ്ങ് എടുത്തു ഞാൻ കുറെ ആൾക്കാർ മാറ്റാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും സിനിമ കാണുമ്പോൾ 2.5 മണിക്കൂർ എടുക്കുന്നുണ്ട് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് നമ്മൾ ആസ്വദിക്കുവാണ്. പക്ഷേ ഫിൽമി ഷെയ്ഖ് അത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എത്ര നേരം എടുക്കാറുണ്ട് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്? ആക്ച്വലി ഞാൻ മിക്ക മൂവീസും ഞാൻ തീർന്ന് കാണാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത കങ്കു ആണെങ്കിലും ഒക്കെ ഞാൻ തീർന്ന് കണ്ടതാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വില്ലാണെങ്കിലും ഞാൻ മുമ്പേ കണ്ടുള്ള പടം. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറി നമ്മുടെ തലയിൽ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാണലും കൂടി കാണും. ആ കാണലിൽ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളതൊരു ചെയ്യും പോലെ കോർത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. മാക്സിമം ഒരു 2 വട്ടമൊക്കെ ഞാൻ കാണാറുള്ളൂ ഒരു റോസ്റ്റ് ചെയ്യാൻ വേണ്ടി. നേരം എടുക്കും അപ്പം ഈ അതായത് ഇപ്പോൾ രണ്ടാമത് റോസ്റ്റിങ്ങിന് വേണ്ടി കാണുന്നുണ്ടോ? അത് എത്ര നേരം പോകും? ഈ 2.5 മണിക്കൂർ സിനിമേനെ എത്ര നേരം നമ്മൾ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് അങ്ങനെ കാണുന്നത്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ സംഭവവും നോക്കിയിട്ടൊക്കെ കാണാം. പിന്നെ ചില സമയത്തൊക്കെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് വല്ല ഇപ്പോൾ ടെക്നിക്കൽ എക്സ്പെർട്സോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറയുടെ ഒരു ഷെയ്ഡ് വന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം ഒന്ന് ബാക്ക് അടിച്ച് അല്ലാതെ നമ്മൾ നോർമലായി കണ്ടിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ടാണ് അത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫിൽമി ഷെയ്ഖ് തന്നെയാണ്. അതൊക്കെ നമ്മൾ ഫുൾ
ഓൾ ഇൻ ഓൾ. എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ ഇല്ലേ ഇപ്പം നമുക്ക് ഫിലിം ഷേക്കിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നറേഷൻ തന്നെയാണ്. ആ സൗണ്ടിൽ അങ്ങോട്ട് വന്ന് പെർഫോം ചെയ്യുമ്പോഴത്തേനും എല്ലാവരും ആ റോസ്റ്റിംഗ് കംപ്ലീറ്റും കണ്ടിരിക്കും. അപ്പം ഇപ്പം ലൈവായിട്ട്, അതായത് ഇപ്പം സിനിമകളൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയാണല്ലോ സംസാരിക്കാറ്. അപ്പം ഞങ്ങൾ ഇന്റർവ്യൂവേഴ്സും കുറേ ട്രോൾസിനും റോസ്റ്റിങ്ങും ഒക്കെ ഇടയാവാറുണ്ട്. ഇങ്ങോട്ട് ഒരു ട്രോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പം ഞങ്ങൾ ട്രോൾ ചെയ്യാം. അതെ, റീസെന്റ് ആയിട്ട് എയർന്ന് ഇങ്ങനെ താഴെ എത്തിയിട്ടില്ല. അതെ തന്നെ. അപ്പൊ നമ്മളിങ്ങനെ ട്രോൾ ചെയ്യാറുണ്ട്. അപ്പൊ ലൈവായിട്ട് ഇപ്പം ഫിൽമി ഷേക്ക് ഒരു ഇന്റർവ്യൂവറെ ട്രോൾ ചെയ്യുകയാണെങ്കിൽ അല്ലെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫിൽമി ഷേക്ക് ഒരു ഇന്റർവ്യൂവറെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ലൈവായിട്ടൊന്ന് ആ സൗണ്ടിൽ ഒന്ന് പറയോ? നമുക്ക് സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാ. അല്ല, ഞാനത് എന്ന് പറയുമ്പോ ഞാൻ ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റിൽ നിന്നിട്ടാണ് ആ സൗണ്ട് പുറത്തേക്ക് എടുക്കുക. എത്രത്തോളം ഇവിടെ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൈൻ അപ്പ് ലൈൽ ആതിരേനെയാണ്. അയ്യോ, അത് പറയാ. ഞാനിങ്ങനെ എന്നെ എങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മള് ഇതിലിപ്പോ കോമഡി ആണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അതിപ്പോ അങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചാലും ലൂസാക്കി പിടിച്ചാലും പോകുന്ന സാധനം. നമ്മള് നന്നായി അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ക്രിസ്പാക്കിയിട്ട് നന്നായി ആലോചിച്ചിട്ട് പറയണം. അപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി ഒന്ന് ഹെർട്ടാവും, അല്ലെങ്കിൽ ചളിയായി പോകും. അപ്പോൾ അതിൻ്റെ ഒരു തിൻ ലെയറാണ് അതിൽ പറയണം. അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ പിടിച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഫിൽമി ഷേക്കിന്റെ ഒരു പോസിറ്റീവാണ്. കാരണം ഒരു ആളെ റോസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഫിലിമിനെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സണൽ ഹേർട്ടിങ്ങിനോ അല്ലെങ്കിൽ അതൊരു രീതിയിലും നെഗറ്റീവ് ആവാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ഫൺ മൂഡിലാണ് കണ്ടുവരുന്നതും പേഴ്സണൽ ഹേർട്ടിങ്ങോ കാര്യങ്ങളില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചിന്തിച്ചിട്ട് തന്നെ, ഇത് പ്രീ പ്ലാൻഡ് ആണോ, ഇങ്ങനെ ഹേർട്ട് ചെയ്യരുത് അങ്ങനെയൊക്കെ ചിന്തിച്ച് തന്നെയാണോ? മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം ഇങ്ങനെ ഒരു കുറച്ച് പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ നോക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു മഹാസമുദ്രം എന്ന് പറഞ്ഞിട്ടൊരു റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വളർന്നു വരുന്നൊരു ചുറ്റുപാടിൽ ഈ ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ട്, ഒരു കോമഡി ആയിട്ട് ഉണ്ട്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു എനിക്ക്. മോഹൻലാലിൻ്റെ തടീനെ പറ്റി ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര നെഗറ്റീവ് വന്നു. അന്നാണ് ഞാനിത് ശരിക്കും ശ്രദ്ധിച്ചത്. നമ്മളിത് നാച്ചുറലി അത് വന്നു പോയതാണ്. ഞാൻ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാനത് കട്ട് ചെയ്യാൻ മറന്നുപോയി. അതിനുശേഷം നമ്മൾ ശരിക്കും അത് തിയറിയൊക്കെ മാക്സിമം കുറയ്ക്കുക വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരാളിനെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ പുതിയൊരു ബഡ്ഡിങ് ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ അവരെ അധികം ട്രോൾ ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്. കാരണം അവർ അത്രയും ചലഞ്ചസ് ഒക്കെ നേരിട്ട് വരുന്നതല്ലേ. പിന്നെ മോഹൻലാൽ, മമ്മൂട്ടി അവരൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ പോകുന്നില്ല. കുഴപ്പമില്ല, ലെജൻസ് അല്ലേ, അവർക്കൊന്നും ഞാനെന്ത് പറഞ്ഞാലും റെഡി ആവുന്നില്ല. അതെ, ഇപ്പം നമുക്കൊക്കെ ഒരു ഫേവറേറ്റ് ആക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നൊരു ഫേവറേറ്റ് ആക്ടർ ഉണ്ടാവും. അങ്ങനെ ഫിൽമി ഷേക്കിനോട് ചോദിക്കുവാണെങ്കിൽ ഒരു ഫേവറേറ്റ് ആക്ടർ ഉണ്ടോ? ഞാനൊരു കട്ട അഭിനയം നോക്കുകയാണെങ്കിൽ ലാലേട്ടനെ വെല്ലുന്ന ഒരാളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലാലേട്ടൻ്റെ പഴയ മൂവീസിൽ അഭിനയത്തിനെ വെല്ലാൻ ഇതുവരെ ഒരാൾ വന്നിട്ടില്ല. പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഐഡലൊക്കെ ആയിട്ട് ഫാനൊക്കെ ആയിട്ട് തോന്നിയുള്ളത് പൃഥ്വിരാജിനെയാണ്. ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു ഫാനാണ്. അഭിനയം വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ഫാനാണ്. ഇപ്പം നമ്മൾ തിയേറ്ററിലൊക്കെ പോയിട്ട് ഇപ്പം ലാലേട്ടൻ്റെ ഒരു മൂവി കാണും. ലാലേട്ടൻ്റെ എലോണൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്തതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ ഒരു മൂവി പോയി കാണുന്നു. ആ സമയത്ത് അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് റോസ്റ്റ് ചെയ്യണം, കാരണം എൻ്റെ ഫേവറേറ്റ് ആക്ടറാണല്ലോ, അങ്ങനത്തെ തോട്ട് അങ്ങനെ വരാറുണ്ടോ ശരിക്കും? ഞാനിപ്പോൾ ഒരാളുടെ ഒരു ഭയങ്കര കടുത്ത ആരാധകനൊന്നുമല്ല. ലാലേട്ടനെ ഇഷ്ടമാണ്, ലാലേട്ടൻ്റെ അഭിനയം പെർഫെക്റ്റ് ആണ്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആരായാലും ഒരു മോശം കാര്യം ചെയ്യുമ്പോൾ ഒരു റോസ്റ്റബിൾ കണ്ടന്റ് ആണെന്ന് തോന്നി നമ്മൾ ചെയ്യും. അത് അവരോടൊരു ഹേറ്റ്രഡ് വെച്ചിട്ട് ചെയ്യുന്നൊന്നല്ല. അല്ലെങ്കിൽ ഒരു അയാളോട് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ട് കൊടുക്കും. ഇപ്പൊ ഒരു സിനിമ കാണുന്നു, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിനെ റോസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുമ്പോഴല്ലേ ഈ റോസ്റ്റബിൾ അല്ലെ റോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഫിലിം ആണെന്നൊക്കെ തോന്നുമല്ലോ. അത് ഏതൊക്കെ രീതിയിലൊക്കെ ആയിരിക്കും അതിനെടുക്കുന്നത്? നോർമലി നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു ഫീലാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ക്രിഞ്ചായി തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. അത് ഇപ്പോൾ റീസെൻ്റ്ലി പുഷ്പ എന്ന് പറഞ്ഞ മൂവി, അത് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, വർക്കായത്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീരിയലിസ്റ്റിക് കൈൻഡ് ഓഫ് തിങ്സ് ഇല്ലേ, അതാണ് എനിക്ക് വർക്കൗട്ട് ആവാതെ പോയത്. പക്ഷെ അപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ അതിൻ്റെ റോസ്റ്റബിൾ കണ്ടൻസ് നോക്കിയിട്ട് അത് ചെയ്യും. അതെ, പുഷ്പനെ ഇതുവരെ റോസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ആളുകൂടിയാണ്. അല്ല, ഞാൻ ബേസിക്കലി അങ്ങനെ റിവ്യൂ ചെയ്യാറില്ല. റിവ്യൂസ് കുറവാണ്, റോസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. ഒരു ഫിലിമിൻ്റെ ബിസിനസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളൂ പരിപാടികൾ.
അതായത് ഇപ്പം ഫിലിം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരൊരു എഫേർട്ട് ആയിരിക്കുമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഫിൽമി ഷേക്ക് ആണെങ്കിലും ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ആ ഫിലിമിനെ റോസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരുപാട് പേരുടെ എഫേർട്ട് ആയതുകൊണ്ട് ബിസിനസ് ഓൾറെഡി നമുക്ക് സിനിമയ്ക്കുണ്ട്. അപ്പം അതിനെ ആ രീതിയിലൊന്നും ബാധിക്കരുത്, അല്ലെങ്കിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതൊക്കെ ചെയ്താൽ മതി, അങ്ങനെ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നോ? ഇല്ല, റിവ്യൂയുടെ കേസിലാണെങ്കിൽ റിവ്യൂ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. റിവ്യൂ എന്ന് പറയുമ്പോൾ ദ മൊമെന്റ് തന്നെ ചെയ്യണം. അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ ആൾക്കാർ പറയുന്ന റിവ്യൂ സിനിമകളെ തകർക്കുന്നു, ബിസിനസ് ഇതാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു ആമസോണിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പിന്ന് വാങ്ങിയാൽ തന്നെ അതിന് തന്നെ കുറേ റിവ്യൂസ് ഉണ്ടാവും. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ എല്ലാം ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ളൊരു സമയത്ത് റിവ്യൂ ഒന്നും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കോണ്ടന്റ് മികച്ചതാക്കുക എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ആരും റിവ്യൂ നോക്കിയിട്ടൊരു പടം ഫ്ലോപ്പ് ആയിട്ടില്ല, ഹിറ്റ് ആയിട്ടില്ല. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക റോസ്റ്റിംഗും ഉണ്ട്. രണ്ടും ഇടയ്ക്ക് കഴിക്കണുണ്ട്. ഞാൻ ഈ ചോദ്യം ഇതായിട്ട് തന്നെ കഴിക്കുമോ? നമ്മളിപ്പം ഇതിൽ കാണാറുണ്ട് റോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ട്രോൾസും ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിലൊരു വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ട്രോൾസും റോസ്റ്റിംഗും രണ്ടും എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? ട്രോൾസ് ഒരു തരത്തിൽ എനിക്ക് റോസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയുള്ളത്. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫിലിം റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ട്രോളന്മാരാണ്, ഇപ്പോൾ ഉബൈദൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് കണ്ടന്റാണ്, എന്ത് സംഭവമാണ്, സിനിമയാണെങ്കിൽ ചെയ്യാം, രാഷ്ട്രീയമാണെങ്കിൽ ചെയ്യാം. നമ്മൾ സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇതിലെന്ന് പറയുമ്പോൾ ഒരു ചെയിൻ പോലെ സീക്വൻസസ് വന്നിട്ട് ഒരു സ്റ്റോറി അതിൽ ഉണ്ട്. അപ്പം സ്റ്റോറി മിസ്സാകാൻ പാടില്ല. പിന്നെ ഞാനും സ്വന്തമായിട്ട് സ്റ്റോറി റോസ്റ്റിലൂടെ പറയുന്നുണ്ട്, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട്. അത് മാത്രമുള്ള വ്യത്യാസം തോന്നുന്നു. ഒരു ഫ്ലോ ഉണ്ട്, ഒരു ക്ലൈമാക്സ് ഉണ്ട്, ഒരു ബിഗിനിങ് ഉണ്ട്, ഇന്റർവെൽ ഉണ്ട്, ക്ലൈമാക്സ് ഉണ്ട്. പക്ഷേ ട്രോൾ അതില്ലല്ലോ. ഒരു സീക്വൻസ് എടുക്കുക, അതിനൊരു മറുപടി കൊടുക്കുക, ആ സംഭവം മാത്രമേ ഉള്ളൂ. അത് രണ്ടാണ് വ്യത്യാസം. ഇപ്പോൾ സിനിമ കാണുമ്പോഴാണെങ്കിലും അതിനകത്തെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും റോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പം അതിലേക്കുള്ളത്, അതായത് ഇപ്പം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഫിൽമി ഷേക്കിൻ്റെ ഭയങ്കര ഹൈലി ഒബ്സർവ്ഡ് ആണ് ഓരോ കാര്യത്തിലും സിനിമയിലെ. ഇതൊക്കെ പണ്ട് തൊട്ട് ഇങ്ങനെ ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടായിരുന്നോ എന്തെങ്കിലും നോക്കി കാണുമ്പോഴൊക്കെ? എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്? എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി കാണുമ്പോഴിങ്ങനെ ഇല്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആകെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാൻ സിനിമ ചെറുപ്പം തൊട്ട് തിയേറ്ററിൽ പോയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പടയപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അച്ചാച്ചൻ്റെ. ഇപ്പോൾ ആ ടൈമിലെ സിനിമ കണ്ട് സിനിമയോട് ഭയങ്കര ഫാസിനേഷൻ വന്നു. ഒരു ഫിലിം കാണുമ്പോൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ്, അല്ലാതെ ഇതിനങ്ങനെ സ്പെഷ്യൽ ഒരു കഴിവൊന്നുമല്ല, വന്നു പോയതാണ്. ഇപ്പോൾ ഫിലിം പാഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിലിമിൽ തന്നെ ഏതൊരു ഫീൽഡാണ് അഭിഷേക് ഏറ്റവും കൂടുതൽ, ഏത് ഫീൽഡിലേക്ക്, ഇപ്പോൾ ഡിറക്ഷൻ ആണോ, ആക്ടിങ് ആണോ, ഏത് സ്ക്രിപ്റ്റ് ആണോ, ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള? നമ്മളിപ്പോൾ നോക്കുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ്. നമ്മൾ 2-3 സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ പിച്ച് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. പിന്നെ പണ്ട് ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ ആക്ടിങ് വേണം നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 2 സംഭവമാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആക്ടിങ്ങും ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇല്ലേ ഈ ഒരു, അതായത് ഇപ്പം നമ്മളെല്ലാം ഏതൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫിലിം ഷേക്ക് ഇങ്ങനെ നെഗറ്റീവ്, അതായത് റോസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് നെഗറ്റീവ് എന്നല്ല, നമ്മൾ അപ്പം ഇൻ കേസ് ഇനി ഫ്യൂച്ചറിൽ ഫിലിം ഷേക്കിന്റെ ഒരു സിനിമ വരുമ്പോൾ അതിനെ ആൾക്കാർ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് ലിസ്റ്റിൽ ഞാനുണ്ടോ എന്നൊക്കെ ഓർക്കാറുണ്ടോ? അത്ര ഫേമസ് ആയിട്ടുണ്ടോ എന്നൊക്കെ സംശയമാണ്. പക്ഷെ ഭാവിയിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബേർഡനാണ്. ഇപ്പോൾ അശ്വന്ത് ഗോക്ക് ഒരു മൂവി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും വെട്ടിക്കൊല്ലാൻ വേണ്ടി നിൽക്കും റിവ്യൂ ചെയ്തിട്ട്, അല്ലേ? അപ്പോൾ ആ ലെവലൊക്കെ വേണ്ടിയിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ ആ ഭയമൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ. അപ്പോൾ ഇല്ലേ ഇപ്പം സിനിമകൾ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഈ റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന സിനിമകൾ മാത്രമല്ല, നമുക്കൊക്കെ പണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായിരുന്നു അനിയത്തിപ്രാവ്. ആ സിനിമയൊക്കെ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്നോ. എനിക്കൊക്കെ ഇപ്പോഴും എനിക്ക് അനിയത്തിപ്രാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ സിനിമേനെ എടുത്ത് റോസ്റ്റ് ചെയ്തു, ഭയങ്കര മോശമായിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെ ആ സിനിമേനൊക്കെ പോയി എടുത്തത്? എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടാണോ, സജഷൻ? അല്ല, കുറെ ആൾക്കാർക്ക് അനിയത്തിപ്രാവ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര നെഗറ്റീവ് ഒന്നും എന്തെങ്കിലും ചെയ്തിട്ടോ. അതിന് നല്ല കുറെ ആൾക്കാർ എന്തിനാടാ അതൊക്കെ ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അനിയത്തിപ്രാവിനെക്കാട്ടും ഇഷ്ടം നിറാണ്. നിറത്തിനെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഒരു ക്രിഞ്ച്നെസ് ആണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇടയിൽ. അതിൽ കുറേ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്താ സുധി എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നിയോണ്ട് ചെയ്തതാണ്. പിന്നെ അതിൽ കുഞ്ചാക്കോപ്പൻ്റെ ഷർട്ട്സ് എത്രയോ 24 ഷർട്ട്സൊക്കെയാണ് ഒരു പടത്തിൽ ഉപയോഗിച്ചാൽ. അങ്ങനത്തെ നമ്മളൊക്കെ കണ്ടുകൊണ്ട് മാത്രം ചെയ്തതാണ്, അല്ലാതെ വെറുപ്പായിട്ടൊന്നും ചെയ്തതല്ല. എനിക്കിഷ്ടമല്ല പടം. കൂടുതലും എങ്ങനെയാന്ന് ഇങ്ങനെ ഈ സജഷൻ ഒക്കെ വരാറുണ്ടോ? ഓ, ഇഷ്ടംപോലെ വരാറുണ്ട്. ഏതൊക്കെ ഈ സിനിമകളൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു?
അങ്ങനെ ഏറ്റവും കൂടുതൽ വന്നിട്ട് ചെയ്യാതിരുന്നൊരു സിനിമ ഏതാ? ഞാൻ ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് കിട്ടുന്നുള്ള കാരണം കൊണ്ടാണ്. ചില മൂവീസൊക്കെ മലയാളം മൂവീസൊക്കെ ബേസിക്കലി ചെയ്ത സ്ട്രൈക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്, കോപ്പിറൈറ്റ് ക്ലെയിം. അപ്പോൾ നമുക്ക് ഫണ്ട് കിട്ടില്ല, ഒക്കെ അതിൻ്റെ ഓതറൈസ്ഡ് ആൾക്കാർക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പടങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. പിന്നെ ചില പടങ്ങളൊക്കെ ആൾക്കാർ റോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ എനിക്കത് റോസ്റ്റ് ചെയ്യാൻ തോന്നാറില്ല, കാരണം എനിക്കിഷ്ടമാണ് പടം, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ അനിമൽ എന്ന് പറഞ്ഞ രൺവീറിൻ്റെ മൂവി, അത് കുറേ ആൾക്കാർ എന്നോട് റോസ്റ്റ് ചെയ്യാൻ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി ഇൻ ദിസ് ഇയർ ആണ്. അങ്ങനെ റോസ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ അത് ആർക്കും ഇഷ്ടമല്ല പടം, അനിമൽ എന്ന് പറഞ്ഞ പടം. അങ്ങനെ അവർ റോസ്റ്റ് ചെയ്യാൻ പറയും, പക്ഷെ ഞാൻ റോസ്റ്റ് ചെയ്യില്ല. നമ്മുടെ ഒരു മനസ്സാക്ഷിയുടെ പ്രശ്നം, അത്രേ ഉള്ളൂ. അതെ, അപ്പം ഫിലിം ഷേക്ക് മനസ്സാക്ഷിക്കണം. അതായത് സ്വന്തമായിട്ട് ഇങ്ങനെ തോന്നുന്ന ഫിലിമുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്ന ചെയ്യില്ല, എടുത്തിട്ടില്ല കേട്ടോ, റോസ്റ്റിങ്ങിന് ഇട്ട് കൊടുത്തിട്ടില്ല. ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ഫിലിം ഷേക്കിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിനിമയൊക്കെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? എൻ്റെ ഫേവറേറ്റ് മൂവി എന്ന് പറഞ്ഞാൽ മറ്റേ ഫൈറ്റ് ക്ലബില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് മൂവി. ഒരു ദിവസം എത്ര സിനിമ വരെയൊക്കെ കാണും ശരിക്കും? ഒരു ദിവസം ഞാനങ്ങനെ ഡെയിലി സിനിമ ഒന്നും കാണൂല. ഡെയിലി കാണാറുണ്ട്. ഞാൻ നമുക്ക് കണ്ടന്റിന് ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂവി സെലക്ട് ചെയ്ത് കാണും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ റിലീസ് വരുന്ന എല്ലാ പടം പോയി കാണും, അന്നേരം തന്നെ പോയി കാണും. അതുപോലെ ഈ റോസ്റ്റിങ്ങിന്റെ സമയത്ത് ഒരുപാട് മീമുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതും ആ സ്പോട്ടിൽ അതാണ് കറക്റ്റായിട്ട് ഹുക്ക് ചെയ്യും അവിടെ. അപ്പം ഇതൊക്കെ ശരിക്കും ഇങ്ങനെ ഓർത്തിരുന്ന് കറക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുന്നതാണോ? അതിനുവേണ്ടി എന്തെങ്കിലും എഫേർട്ട് ഇടാറുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ അതിന് വേണ്ടി വെയിറ്റ് ഒക്കെ ചെയ്യാറുണ്ടോ? കുറച്ച് നേരം എടുക്കും, കാരണം ഞാൻ ഫുൾ ടൈം റീൽസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. ഇപ്പൊ മീംസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നമ്മളത് നമ്മളതിൽ നമ്മുടെ പകുതിയല്ലേ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഫീഡായിരിക്കും. അപ്പം നമ്മൾ ഈ സീന് കാണുമ്പോൾ ഈ മീം അവിടെ ഇട്ട രസം ഉണ്ടാവും നമുക്ക് തോന്നും, അങ്ങനെ ഇടുന്നതാണ്. അല്ലാതെ അതിന് വേണ്ടി റിസർച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ യൂട്യൂബിൽ ടൈപ്പ് ചെയ്യും, അതിന് പറ്റിയ സാധനം ഒന്ന് സെർച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് എന്നെ വില ഇരിക്കാറൊന്നുമില്ല. അതുപോലെ ഈ 2023 സിനിമകളുടെ 2023 ഒരു എന്താ പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ 2024 ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറയുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഫിൽമി ഷേക്ക് വൈൻഡപ്പ് ചെയ്യുന്നത്? ഞാൻ 2023 ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ബേസിക് ഭയങ്കര ഹെവി ഇൻസിഡൻസ് ആയ 6 അലിഞ്ചസ് പരേരൊക്കെ അല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇപ്രാവശ്യം അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കങ്കുവയുടെ റിലീസിനൊക്കെ ഒരാൾ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ഒന്ന് നമ്മുടെ ഇതിലൊന്ന് 2024 ഇപ്പം ഡിസംബർ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, എന്നാലും തീരാൻ പോവാണ്. അപ്പോൾ ഒന്ന് വൈൻഡപ്പ് പറയുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും 2024 വൈൻഡപ്പ് ചെയ്യുന്നത്? നമ്മൾ സിനിമ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലുണ്ടോ, കണ്ടന്റ് സിനിമയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നേരെ വിനീത തിയേറ്ററിലേക്കാണ് പോവുക. വിനീത തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ലൈക്ക് അപരാധങ്ങൾ നടക്കുന്നുണ്ട്. മറ്റേ ഒരു മൂവി ഇറങ്ങിയിട്ട് ഇപ്പോൾ പുഷ്പ, കങ്കുവ, അതിൻ്റെ വേഷം കിട്ടിയ ആൾക്കാർ വരുന്നു, അങ്ങനത്തെ പരിപാടികളില്ലേ, അതൊക്കെ വെച്ചിട്ട് ഒരു സംഭവം പടയ്ക്കണം എന്നാണ് ആഗ്രഹം. എത്രത്തോളം നടക്കുന്നറിയില്ല, നോക്കിയോട്ടെ. വൻ സെറ്റിലർ 2024 വൈൻഡപ്പ്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഇപ്പം ഫിൽമി ഷേക്കിനോട് ചോദിക്കുകയാണെങ്കിൽ ഫിൽമി ഷേക്കിന് 2024 ക്രിഞ്ചായിട്ട് തോന്നിയൊരു 5 സിനിമകൾ ഏതൊക്കെ ആയിരിക്കും? ക്രിഞ്ചല്ല, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു പടമാണ് കങ്കുവ. അത് ഞാൻ തിയേറ്ററിൽ നിന്ന് സ്ക്രീനിക്ക് നോക്കാൻ പോലും തോന്നിയിട്ടില്ല, അങ്ങനത്തെ ഒരു പടം. റോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഞാനത് മര്യാദക്ക് കണ്ടിട്ടില്ല, തലവേദനിക്കുക പടം കണ്ട. നമ്മുടെ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു മോഹൻഡ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, കുറേ പടങ്ങളുണ്ട്, അരമന 4 അങ്ങനെ ഒരുപാടുണ്ട്, കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. തോന്നിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഫേവറേറ്റ് എന്ന് തോന്നി, ഇപ്പോൾ 2024 ഒരുപാട് സിനിമകൾ ഇറങ്ങി, അതിലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിന്നൊരു 5 സിനിമ ചോദിക്കാം. ആക്ച്വലി 2024 ഫസ്റ്റ് ഹാഫിൽ മലയാളത്തിൽ ഗംഭീര സിനിമകളല്ലേ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ആടുജീവിതമാണെങ്കിൽ ആടുജീവിതം വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം, പ്രേമലു, ആ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് എനിക്ക് 2024 ഫേവറേറ്റ്. പിന്നെ അങ്ങനെ റിമാർക്കബിൾ മൂവീസ് വന്നിട്ടില്ലല്ലോ മലയാളത്തിൽ. അടിപൊളി മൂവീസ് ആയിരുന്നു, അടിച്ചടിച്ച മൂവീസ് ആയിരുന്നു. അതിനുശേഷം ഇതൊന്നും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് ഒരു അധികം മൂവീസ് ഇല്ലാത്ത പോലെ തോന്നുന്നു. ഇപ്പം ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഫിലിമൊക്കെ ആണല്ലോ താല്പര്യം. അപ്പം ഫിൽമി ഷേക്ക് ഒരു സിനിമ കൊണ്ടുവരുവാണെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ആ സിനിമ എടുക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്? അതിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് റോസ്റ്റിങ്ങിനെ പറ്റി ആലോചിക്കണ്ട, റോസ്റ്റ് ആവാതിരിക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ല, സിനിമയെ പറ്റി മാത്രം ആലോചിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പൊ 2 സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെ ത്രില്ലേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ ത്രില്ലേഴ്സ് കുറേ വന്ന് ഒരുപാട് സെയിം പാറ്റേൺ തന്നെയാണ്. ത്രില്ലേഴ്സ് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ഒരു ഹീറോ വില്ലൻ ലാസ്റ്റ് വില്ലനെ കീഴ്പ്പെടുത്തുന്ന സംഭവം തന്നെയാണ്
കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സൂക്ഷ്മദർശിനി ഒരു വെറൈറ്റി ആയിട്ട് വന്ന സംഭവമാണ്. കുറച്ച് വാക്കിയൊക്കെ ആയിട്ട് ത്രില്ലർ ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. ആരെ വെച്ച് ചെയ്യുന്നെന്ന് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ? എങ്ങനെയാ ഇപ്പോൾ പറയുക, മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇല്ല. നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജ്. സിനിമ മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഈസ് അഭിഷേക് എന്ന് ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും അഭിഷേക്? അഭിഷേക് അഭിഷേക് സാധാ ഒരു പയ്യൻ, എന്താ +2 കഴിഞ്ഞു, ബിടെക് എടുത്തു, ബിടെക് കഴിഞ്ഞിട്ട് സിവിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ജോലി ചെയ്യാൻ കുറച്ച് പോയി, ജോലി ഇഷ്ടപ്പെടുന്നില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അങ്ങനെ യൂട്യൂബിൽ വന്നു, യൂട്യൂബ് കുറച്ച് ക്ലിക്കായപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത് 4 മാസം അങ്ങനെ ഇരിക്കുന്നു. ഇനി എന്താണെന്ന് അറിയില്ല, ഭാവി ഒന്നും അറിയില്ല, അങ്ങനെ പോകുന്നു. അപ്പം ഇതിന് മുന്നേ, അതായത് ഇപ്പം ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഏത് ജോലിയായിരുന്നു, എങ്ങനെയായിരുന്നു? ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ UAE പോയിട്ട് അവിടെ ഒരു കമ്പനിയിലൊക്കെ, മെയിൻ്റനൻസ് കമ്പനിയിലൊക്കെ കയറി. ഞാൻ അറിയാലോ, അവിടുത്തെ വർക്ക് കൾച്ചർ ഭയങ്കര ടോക്സിക്കാണ്. എഞ്ചിനീയറിംഗിൽ നിന്ന് തേപ്പ് കിട്ടിയപ്പോഴാണ്. അതെ, പിന്നെ ഇത് നമ്മുടെ ഒരു പാഷനാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ക്ലിക്കായി തോന്നിയപ്പോൾ ഒന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്, ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ. എത്രയാലും പോകുന്നറിയില്ല, പോണിടത്തോളം പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം പറഞ്ഞു, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഫിലിമിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഫിലിമി ഷെയ്ക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹാപ്പിനെസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? സന്തോഷം ഏറ്റവും കൂടുതൽ ഏത് കാര്യത്തിൽ നിന്നായിരിക്കും? ഇപ്പം ഫുഡ് കഴിക്കുന്നതാണോ, അതോ സിനിമ കാണുന്നതാണോ, അതോ റോസ്റ്റ് ചെയ്യുന്നതാണോ, അതോ ജോലി ചെയ്യുന്നതാണോ? ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത്? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. ഹാപ്പിനെസ് ഏത് കാര്യത്തിലായിരിക്കും? ഞാൻ ഹാപ്പിയാണ് ഓൾറെഡി. അങ്ങനെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ സന്തോഷം. അപ്പം ഭക്ഷണം കിട്ടിയപ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നി, ഹാപ്പിയാണ്, അതന്നെ. പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് കൂടിയിരിക്കുന്നത്, എന്നിട്ട് ഞങ്ങളൊക്കെ ഒരു സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോക്സ്, അത് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഓൾറെഡി ഒരു ഹാപ്പി പേഴ്സൺ ആയിട്ടാണ് ഇപ്പോൾ ദൈവം സഹായിച്ചു പോകുന്നത്. ഹാപ്പി പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. റോസ്റ്റിംഗ് വീഡിയോസിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു പ്രൊട്ടസ്റ്റ് രീതിയിൽ ചെയ്തതാണ് കേരള സ്റ്റോറിനെ റോസ്റ്റ് ചെയ്തത്. അപ്പം കേരള സ്റ്റോറിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് ഇപ്പോൾ ഫൺ രീതിയിലാണെങ്കിലും അത് അവർക്കായിട്ടുള്ളൊരു അടിയായിരുന്നു. നമുക്കത് കണ്ടപ്പോഴും അങ്ങനെ ഒരു ഫീലൂടെ കിട്ടിയിരുന്നു. എങ്ങനെയാണ് കേരള സ്റ്റോറിനെ എടുത്തത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ? കേരള സ്റ്റോറി അത് ശരിക്കും ഒരു നമ്മളെ തേച്ചൊട്ടിക്കാൻ വേണ്ടി എടുത്തൊരു മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സംഭവം നടക്കുന്നുണ്ട്, IAS അവിടേക്കൊക്കെ റിക്രൂട്ട്മെൻ്റൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, അത് ഒരു വിഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഭയങ്കര പെരുപ്പിച്ചിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു കൊച്ചി സ്റ്റേഡിയം മൊത്തം നിറയാനുള്ള അത്ര ആൾക്കാരെ കേരളത്തിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ ഇതാണ്, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ BJP ഇല്ലാത്തൊരു നാട്ടിൽ ഇതാണ് സംഭവം എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ കൈൻഡ് ഓഫ് പൊളിറ്റിക്സിൽ റിലീജിയൻ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതിനെതിരെ ചെയ്യണം തോന്നിയിട്ട് ചെയ്തത്. ഇപ്പോൾ ഈ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫിലിമിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ കോളായിട്ടോ ഒക്കെ എന്തെങ്കിലും മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ വരാറുണ്ടോ? അങ്ങനെ ഫിലിം ഫീൽഡിൽ നിന്ന് അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല. അവിടെ ഇരുന്ന് കഴിക്കുന്നു. അതങ്ങ് ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? ഫിലിമിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ കോളായിട്ടോ ഒക്കെ എന്തെങ്കിലും മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ വരാറുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഫിലിം ഫീൽഡിൽ നിന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല. പ്രൊമോഷൻ ടീംസൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ചില ഫിലിംസിൻ്റെ ഞങ്ങളെ ബാധിക്കുന്നുണ്ടോന്ന് ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അങ്ങനെയല്ലാതെ വേറെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഏതെങ്കിലും പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് ഭയങ്കര ഫാൻ ബേസ്, ഭയങ്കരമായിട്ട് മെസ്സേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്? എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിനെ റോസ്റ്റ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അതുപോലെ ഏതെങ്കിലുമൊക്കെ ഫിലിം അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ കൂടുതൽ ആൾക്കാർ? കുറേ ആൾക്കാർ പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട്. കേരള സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. കേരള സ്റ്റോറി ഭയങ്കരമായിട്ട് റീച്ച് തന്നൊരു ഇതായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ട് റീച്ച് തന്നായിരുന്നു. പിന്നെ ഗോട്ട് വിജയ് നന്റെ ഗോട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തോന്നുന്നു മാക്സിമം പോയിട്ടുള്ളത് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ, അതായത് ഇപ്പം റോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഫാൻസൊക്കെ ഒരുപാട്, ഇപ്പം വിജയ്, മോഹൻലാൽ, ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എല്ലാവരും എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. അപ്പം അവരെ ഇത് ഹേർട്ട് ചെയ്ത് അവരിങ്ങനെ വരുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനും തയ്യാറായിട്ട് തുടങ്ങിയതായി, വെറുതെ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് ആരെങ്കിലുമൊക്കെ തെറി വിളിച്ചാലെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടും വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷെ ആൾക്കാരൊക്കെ ഇതൊക്കെ ഭയങ്കര, ആദ്യമൊക്കെ കുറച്ചുണ്ടായിരുന്നു അറ്റാക്ക്, പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇതൊരു കൈൻഡ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് എന്നുള്ളത്. പിന്നെ മലയാളികൾക്ക് അത്യാവശ്യം നല്ലൊരു
ബോധം വിവരമുള്ള ആൾക്കാരാണ്. ആരും അന്ധമായിട്ട് ആരെയും ആരാധിക്കുന്നൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 1-2 ആൾക്കാരുണ്ട്, അവർ വന്നിട്ട് തെറി വിളിക്കും. ഐ ഡോണ്ട് കെയർ. അതൊന്നും നോക്കാറില്ല. ഈ ശബ്ദം കൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫിൽമി ഷേക്കാണ്. കൂടുതൽ ആൾക്കാരും പോസ്റ്റ് ചെയ്യാൻ വരുമ്പോഴാണെങ്കിലും ഇപ്പം അവരുടെ തന്നെ ഫേസ് റിവീൽ ചെയ്തുകൊണ്ടൊക്കെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തന്നെയാണ് അവർ പോസ്റ്റ് ചെയ്യാറ്. അപ്പം ഇതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ് ഈ ശബ്ദം തന്നെ ഇതിനൊരു ടൂളായിട്ട് യൂസ് ചെയ്യാം എന്നൊരു അത് ഞാൻ മറ്റേ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. മറ്റേ എൻ്റെ ഫേസ് കാണിച്ചിട്ട് ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര വേറിട്ട് നിൽക്കണമല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് റോസ്റ്റ് ചെയ്യുന്ന കാര്യം, ഇപ്പോൾ അർജു ആണെങ്കിലും ആ ടൈമിൽ ഭയങ്കര വൈറലായിരുന്നു. പിന്നെ അപ്പുപ്പൻ ആൻഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ അനന്തരാമഞ്ചേരൻ്റെ, അവരും ഇങ്ങനെ ഫേസ് വന്നിട്ട് സെയിം. അപ്പോൾ ഞാനും ഈ സെയിം പാറ്റേൺ പിടിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊരു സംഭവം വേണമല്ലോ, എന്തെങ്കിലും സ്ട്രൈക്കിംഗ് പോയിന്റ് വേണം. അതുകൊണ്ടാണ് ഈ സൗണ്ട് കുറച്ചൊന്ന് ആക്കിയിട്ട് ഉള്ളൊരു നാരേഷനും പിന്നെ കുറച്ച് മീം കണ്ടൻസ് ഇടയിൽ കൂടെ കയറ്റിയിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ടൊരു സാധനം നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആൻഡ് ബെറ്ററായിട്ട് തോന്നിയത്. അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തതാണ് ഈ പാറ്റേൺ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ കണ്ടന്റ് വരുന്നത്, ഇപ്പം റീലോഡ് ആണെങ്കിലും അതൊക്കെ ചെയ്യും. അപ്പം അവരൊക്കെ പരിചയമുണ്ടോ? ഞാൻ റീലോഡ് ബ്രോനായിട്ട് ഞാൻ ഫ്രണ്ട്സാണ്. പിന്നെ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടൊരു ചാനലൊക്കെ ഉണ്ട്, അവരും റോസ്റ്റിങ്, അവർ കയറി വരുന്നുള്ളൂ. അവരായിട്ടും നമ്മൾ നല്ല കമ്പനി ഉണ്ട്. ഇവർ രണ്ടുപേരായിട്ട് അത്യാവശ്യം നല്ല കോൺടാക്ട് ഉണ്ട്. ബാക്കി ആൾക്കാരായിട്ട് അങ്ങനെ കോൺടാക്ട് ഒന്നുമില്ല, ഇവരായിട്ടാണ് കൂടുതൽ കോൺടാക്ട് ഉള്ളത്. അപ്പോൾ എന്താണ് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചിക്കൻ റോസ്റ്റ്? എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളി. ചപ്പാത്തി കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പീസ്. എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ആക്ച്വലി ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ കുറേ നേരം സംസാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു ഇന്റർവ്യൂവിന് ഒരാളാണ് പറയുന്നത്, ഞാൻ ഓർത്ത അടുത്ത എയറിലേക്ക് ഞാൻ പോകുന്നൊക്കെ. ഇല്ലല്ല, ഒരിക്കലില്ല. ഇൻ പേഴ്സൺ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അതെ, പാവാണ്. അപ്പോൾ ഇന്റർവ്യൂ ഭയങ്കര നൈസായിരുന്നു. കാരണം ആദ്യത്തെ ടെൻഷൻ പിന്നെ സംസാരിച്ച് അത് പോയി ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെയാണ് തോന്നിയത്. അത്ര തന്നെ. അപ്പം ഇതിൻ്റെ ഒരു വൈൻഡപ്പ് കൂടി ഞാൻ ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ശബ്ദത്തിലൂടെയാണ്, ഫിൽമി ഷേക്കിൻ്റെ ആ ഒരു ശബ്ദം, അതിലൂടെയാണ് നമ്മളെല്ലാവരും അറിയുന്നത്. അപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വൈൻഡപ്പും ആ ഒരു ശബ്ദത്തിൽ തന്നെ ആവട്ടെ. അപ്പോൾ ഗൈസ്, ഈ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈൻ അപ്പ് ആയിട്ട് അടുത്ത ഇന്റർവ്യൂസ് ആയ ബാക്കി വരുന്ന ഇന്റർവ്യൂസ് നിങ്ങൾ കാണുക. ബൈ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ.